പ്രിയമുള്ള കുട്ടികളെ, ഇന്നത്തെ ക്ലാസ്സിൽ ചാപ്റ്റർ 4 അഥവാ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്, ഈ ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. Recombinant DNA technology can be accomplished only if we have the following key tools. തുടർന്ന് വരുന്ന പ്രധാനപ്പെട്ട ടൂൾസ് ആയിട്ടുള്ളവ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റീകോമിനന്റ് DNA ടെക്നോളജി അക്കംപ്ലിഷ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഏതൊക്കെ ടൂൾസ്? റെസ്ട്രിക്ഷൻ എൻസൈംസ്, പോളിമറൈസ് എൻസൈംസ്, ലിഗേസസ് ആൻഡ് വെക്ടേഴ്സ്. സ്റ്റേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് എ ലിഗേസസ്, ബി റെസ്ട്രിക്ഷൻ എൻസൈംസ്. ലിഗേസുകൾ അതുപോലെ തന്നെ റെസ്ട്രിക്ഷൻ എൻസൈംസ് ഇവയുടെ ഫങ്ഷൻസ് എന്താണെന്ന് പ്രസ്താവിക്കാം. അപ്പോൾ ഇതിൽ ലിഗേസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? DNA ഫ്രാഗ്മെൻസിനെ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ്. സോ ജോയിനിങ് DNA ഫ്രാഗ്മെൻറ്റ്സ്. റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ ഫങ്ഷനോ DNA പ്രത്യേക സ്ഥാനങ്ങളിൽ കട്ട് ചെയ്യുക എന്നുള്ളതാണ്, മുറിക്കുക എന്നുള്ളതാണ് റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. സോ ആൻസർ ലിഗേസ് ടു ജോയിൻ ദി DNA ഫ്രാഗ്മെൻറ്റ്സ്. DNA ഫ്രാഗ്മെൻറ്റ്സിനെ, DNAയുടെ കഷ്ണങ്ങളെ ജോയിൻ ചെയ്യുന്നു, യോജിപ്പിക്കുന്നു. റെസ്ട്രിക്ഷൻ എൻസൈംസ് കട്ട് DNA at specific sites. DNAയെ പ്രത്യേക സ്ഥാനങ്ങളിൽ മുറിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജനറ്റിക് എഞ്ചിനീയറിംഗ് ഇൻക്ലൂഡ് ക്രിയേഷൻ ഓഫ് റീകോമിനന്റ് DNA വിത്ത് ദ ഹെൽപ്പ് ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈംസ്. റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉപയോഗിച്ചുകൊണ്ട് റീകോമിനന്റ് DNAയെ നിർമ്മിക്കലാണ് ജനറ്റിക് എഞ്ചിനീയറിൽ അടങ്ങിയിരിക്കുന്നതും. എക്സ്പ്ലെയിൻ റീകോമിനന്റ് DNA ടെക്നോളജി. റീകോമിനന്റ് DNA ടെക്നോളജി എന്താണെന്ന് വിശദീകരിക്കാം. എന്താ റീകോമിനന്റ് DNA ടെക്നോളജി എന്ന് പറയുന്ന? ജനറ്റിക് മെറ്റീരിയൽ അഥവാ DNAയുടെ കെമിസ്ട്രിയിൽ മാറ്റം വരുത്തി, അതിൻ്റെ ഘടനയിൽ മാറ്റം വരുത്തി പുതിയ ഒരു ജീവിയിലേക്ക്, അതില്ലെങ്കിൽ ആതിഥേയ ജീവിയിലേക്ക് അതിനെ കടത്തിവിടുന്നതിനെയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ബി ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വാട്ട് ആർ റെസ്ട്രിക്ഷൻ എൻസൈംസ്? നെയിം എ റെസ്ട്രിക്ഷൻ എൻസൈം. റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്താണ്? ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിന് പേരെഴുതാം. റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുന്നത് DNA പ്രത്യേക സ്ഥാനങ്ങളിൽ കട്ട് ചെയ്യുന്ന എൻസൈമുകളെയാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുന്നത്. റെസ്ട്രിക്ഷൻ എൻസൈംസിന് എക്സാമ്പിളാണ് ഇക്കോ R1, HIND2 പോലെയുള്ളവ. സോ ആൻസർ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റീകോമിനന്റ് DNA ടെക്നോളജി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിരുന്നു. ചേഞ്ചിങ് ദ കെമിസ്ട്രി ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ഓർ DNA ആൻഡ് ഇൻട്രൊഡ്യൂസിങ് ഇറ്റ് ഇൻ ടു ദ ഹോസ്റ്റ് ഓർഗാനിസം ഫോർ ചേഞ്ചിങ് ദ ഫീനോടൈപ്പ് ഓഫ് ദ ഹോസ്റ്റ്. ജനറ്റിക് മെറ്റീരിയൽ അഥവാ DNAയുടെ കെമിസ്ട്രി അല്ലെങ്കിൽ അതിൻ്റെ രാസഘടനയിൽ മാറ്റം വരുത്തുന്നു, അതിനെ ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് കടത്തിവിടുന്നു, അതുവഴി ആ ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ ഫീനോടൈപ്പിൽ മാറ്റം വരുത്തുന്നു, അതിൻ്റെ സ്വഭാവങ്ങളിൽ മാറ്റം വരുത്തുന്നു. റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്താണെന്നാണ് ബി ക്വസ്റ്റ്യൻ. എൻസൈം യൂസ് ടു കട്ട് DNA അറ്റ് സ്പെസിഫിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ്. പ്രത്യേക ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളിൽ DNA കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമുകൾ. റെസ്ട്രിക്ഷൻ എൻസൈമിന് എക്സാമ്പിൾ എഴുതാനായിരുന്നു മറ്റൊന്ന്. എക്സാമ്പിൾസ് ആർ ഇക്കോ R1, HIND3. ഇക്കോ R1, HIND3 ഇതൊക്കെ റെസ്ട്രിക്ഷൻ എൻസൈംസിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ആർ ദ എൻസൈംസ് യൂസ്ഡ് ഫോർ കട്ടിംഗ് DNA മോളിക്യൂൾ ഇൻ ടു ഫ്രാഗ്മെന്റ്സ്. DNA മോളിക്യൂൾസിനെ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മുറിക്കാൻ ഉപയോഗിക്കുന്ന എൻസൈംസ് ആണ് ഡാഷ് എന്ന് പറയുന്നത്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് റെസ്ട്രിക്ഷൻ എൻസൈംസ്. An example for this type of enzyme is ഇക്കോ R1. ഈ തരത്തിലുള്ള എൻസൈമിന് എക്സാമ്പിൾ ആണ് ഇക്കോ R1 എന്ന് പറയുന്നത്. വാട്ട് ഡസ് ഇക്കോ R and 1 സ്റ്റാൻഡ് ഫോർ? ഇക്കോ എന്ന് പറയുന്നത് ഈക്കോളൈ എന്ന ബാക്ടീരിയയാണ്. എസ്ക്രീഷ്യ എന്ന് പറയുന്നതിൻ്റെ ജീനസ് നെയിമാണ്. കൊളൈ എന്ന് പറയുന്നതിൻ്റെ സ്പീഷീസ് നെയിമാണ്. R എന്ന് പറയുന്നതിൻ്റെ ബാക്ടീരിയയുടെ സ്ട്രെയിനിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈക്കോളൈ RY13 എന്ന് പറയുന്ന സ്ട്രെയിനിനെയാണ്. 1 എന്ന് പറയുന്ന റോമൻ നമ്പർ 1 ആണ്. അത് ബാക്ടീരിയയിൽ നിന്ന് എൻസൈം ഐസൊലേറ്റ് ചെയ്തതിൻ്റെ ഓർഡറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. സോ ആൻസർ DNA മോളിക്യൂളിനെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ദെൻ ഇക്കോ R1 ഇക്കോ എസ്ക്രീഷ്യ കൊളൈ. R ഇൻഡിക്കേറ്റ്സ് ദ നെയിം ഓഫ് സ്ട്രെയിൻ RY13. RY13 എന്ന സ്ട്രെയിനിൻ്റെ പേരാണ് R ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 1 indicates the order in which the enzymes were isolated from the strain of bacteria. ബാക്ടീരിയൽ സ്ട്രെയിനിൽ നിന്നും എൻസൈം വേർതിരിച്ചെടുത്ത ഓർഡറിനെയാണ്, ക്രമത്തിനെയാണ് 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സീക്വൻസസ് ഓഫ് ബേസ് പെയർസ് ഇൻ DNA
that read same on both strands when the orientation reading is kept the same are called dash sequence. ഓറിയന്റേഷൻ റീഡിങ് ഒരേപോലെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സ്ട്രാൻഡുകളിലും DNA രണ്ട് ഇഴകളിലും ഒരേപോലെ വായിക്കുന്ന ബേസ് പെയേഴ്സിന്റെ സീക്വൻസിന് പറയുന്ന പേര് ഡാഷ് എന്നാകുന്നു. പാലിൻഡ്രോം സീക്വൻസ് ആണ്. പാലിൻഡ്രോം സീക്വൻസ് എന്താണെന്നുള്ളതിന്റെ ആൻസർ കൂടിയാണത്. സോ ആൻസർ പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിംഗു വിത്ത് എ സർക്കുലർ DNA contains sequence GAATTC. റിംഗു എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് ഒരു സർക്കുലർ DNA ഉണ്ട്, അതിലൊരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസ് ആണ് GAATTC എന്ന് പറയുന്നത്. നമുക്ക് പരിചയമുള്ള ബേസ് സീക്വൻസ് ആണ്. ഇക്കോ R1 കട്ട് ചെയ്യുന്ന നൈട്രജൻ ബേസ് സീക്വൻസ് ആണ്, അല്ലെങ്കിൽ ഇക്കോ R1ന്റെ പാലിൻഡ്രോമിക് സീക്വൻസ് ആണ്. She wishes to add a new segment of DNA into it. അവൾ അതിലേക്ക് ഒരു പുതിയ DNA സെഗ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഐഡന്റിഫൈ ദ ടെക്നോളജി ഷീ പ്ലാൻഡ്. അവൾ പ്ലാൻ ചെയ്ത ടെക്നോളജി ഏതെന്ന് കണ്ടെത്തുക. ടെക്നോളജി റീകോംബിനന്റ് DNA ടെക്നോളജിയാണ്. സജസ്റ്റ് ദ സ്പെസിഫിക് നെയിം ടു മേക്ക് കട്ട് ഇൻ ദ DNA അബവ് സീക്വൻസ്. മുകളിലുള്ള സീക്വൻസിലുള്ള DNA കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമിന്റെ പേര് റെസ്ട്രിക്ഷൻ എൻസൈം ആണ്. ആ റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ പേരാണ് ഇക്കോ R1. സി ക്വസ്റ്റ്യൻ. നെയിം ദ കാറ്റഗറി ഓഫ് എൻസൈം യു സജസ്റ്റഡ്. നിങ്ങൾ നിർദ്ദേശിച്ച എൻസൈമിന്റെ കാറ്റഗറി വിഭാഗത്തിന്റെ പേര് എഴുതാം. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്നാണ് ആ വിഭാഗത്തിന്റെ പേര്. ഹൗ ദിസ് എൻസൈം ഐഡന്റിഫൈസ് ദിസ് സീക്വൻസ്. ഈ സീക്വൻസ് എങ്ങനെയാണ് എൻസൈം കണ്ടെത്തുന്നത്? എങ്ങനെയാണ് കണ്ടെത്തുന്നത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏത് ടൈപ്പ് സീക്വൻസ് ആണ് ഇത് എന്നാണ്. ഇതൊരു പാലിൻഡ്രോം സീക്വൻസ് ആണ്. ഡ്രോ ദ കട്ട് എൻഡ്സ് ഓഫ് ദ DNA വിത്ത് സീക്വൻസ്. ഒന്നാമത്തെ ചോദ്യം, ഈ ടെക്നോളജിയുടെ പേരാണ് റീകോംബിനന്റ് DNA ടെക്നോളജി. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ സീക്വൻസിനെ കട്ട് ചെയ്യുന്ന എൻസൈമിന്റെ പേര് ഇക്കോ R1. അത് ഏത് കാറ്റഗറിയിൽ പെടുന്നു? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഈ സീക്വൻസ് ഏത് ടൈപ്പാണ്? പാലിൻഡ്രോം സീക്വൻസ് ആണ്. ദെൻ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള രണ്ട് ഫ്രാഗ്മെന്റ്സ് ആണ് കിട്ടുക. ജിക്കും എക്കും ഇടയിലാണ് കട്ട് ചെയ്യുന്നത് രണ്ട് സ്ട്രാൻഡിലും. അപ്പോൾ ഇവിടെ സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള പോർഷൻസ് ഉണ്ടാവും. ഇതിന് നമ്മൾ സ്റ്റിക്കി എൻഡ്സ് എന്ന് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ പാലിൻഡ്രോം സീക്വൻസ് ഫ്രം ദ ഫോളോയിങ്. തുടർന്ന് വരുന്നതിൽ നിന്നും പാലിൻഡ്രോം സീക്വൻസ് ഏതാണെന്ന് കണ്ടെത്തുക. പാലിൻഡ്രോം സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഓറിയന്റേഷൻ റീഡിങ് ഒരേപോലെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സ്ട്രാൻഡ്സിലും ഒരേപോലെ വായിക്കുന്നവയാണ്. അപ്പോൾ ഒന്നാമത്തെ സ്ട്രാൻഡിൽ GAATTC എന്ന് 5-3- ഡയറക്ഷനിൽ വായിക്കുന്നു. ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ 5-3- ഡയറക്ഷനിൽ തന്നെ GAATTC എന്ന് വായിക്കുന്നു. അപ്പോൾ ആൻസർ കറക്റ്റ് ആയിട്ടുള്ളത് ഫസ്റ്റ് ആണ്. അതേസമയം രണ്ടാമത്തെ ഓപ്ഷനിൽ ATCG എന്നാണ് വായിക്കുന്നത്. അപ്പോൾ തിരിച്ച് ഓപ്പോസിറ്റ് സ്ട്രാൻഡിലും ATCG എന്ന് തന്നെയാണ് വായിക്കേണ്ടത്, പക്ഷേ GC എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തെറ്റാണ്. തേർഡ് ഓപ്ഷനും തെറ്റാണ്. മുകളിൽ AAA എന്നാണ്, അപ്പോൾ താഴെയും AAA എന്ന് തന്നെയാണ് വരേണ്ടത്. നാലാമത്തെ ഓപ്ഷനും തെറ്റാണ്, കാരണം അതിൽ മുകളിൽ CC എന്നാണ് കാണുന്നത്, അപ്പോൾ താഴെയും CC എന്ന് തന്നെയാണ് വരേണ്ടത്. സോ ദ ആൻസർ ഈസ് GAATTC, ഫസ്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈൽ സ്റ്റഡിങ് ന്യൂക്ലിയോടൈഡ് സീക്വൻസ്. ന്യൂക്ലിയോടൈഡ് സീക്വൻസ് പഠിക്കുമ്പോൾ രാജ് ഫൗണ്ട് ദ ഫോളോയിങ് സീക്വൻസ്. തുടർന്ന് വരുന്ന സീക്വൻസ് രാജ് കണ്ടെത്തി. വിച്ച് ക്യാൻ ബി റെക്കഗ്നൈസ്ഡ് ബൈ സം എൻസൈംസ്. അവയെ ചില എൻസൈമുകൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. അപ്പോൾ സീക്വൻസ് എന്ന് പറയും GATTC എന്നാണ്. നേരത്തെ പറഞ്ഞ സീക്വൻസ് ആണ്. ഇക്കോ R1ന്റെ പാലിൻഡ്രോമിക് സീക്വൻസ് ആണ്. ഗീവ് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദിസ് സീക്വൻസ്. ഈ സീക്വൻസിന്റെ സവിശേഷത എന്താണ്? അതൊരു പാലിൻഡ്രോം സീക്വൻസ് ആണ്. റൈറ്റ് ദ എൻസൈം വിച്ച് റെക്കഗ്നൈസ് സച്ച് സീക്വൻസ്. അത്തരത്തിലുള്ള സീക്വൻസ് റെക്കഗ്നൈസ് ചെയ്യുന്ന എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻസൈം. ഇവിടെ ഇക്കോ R1 ആണ്. ഇലാബറേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് എൻസൈം ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ്. ജനറ്റിക് എഞ്ചിനീയറിംഗിൽ ഈ എൻസൈമിന്റെ പ്രാധാന്യം എന്തെന്ന് വിശദീകരിക്കാം. ഇത് റെസ്ട്രിക്ഷൻ എൻസൈമാണ്. അത് DNA പ്രത്യേക സ്ഥാനങ്ങളിൽ കട്ട് ചെയ്യുന്നു. അങ്ങനെ കട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സിംഗിൾ സ്റ്റാൻഡേർഡ് പോർഷൻസ് കിട്ടാം. അവയെ സ്റ്റിക്കി എൻഡ്സ് എന്ന് പറയുന്നു. ഇത് സോഴ്സ് DNA-യും വെക്റ്റർ DNA-യും പരസ്പരം ഒട്ടിക്കാൻ, ജോയിൻ ചെയ്യാൻ എളുപ്പമാക്കും. സോ ആൻസർ എ.
ഈ സീക്വൻസിൻ്റെ സൈലന്റ് ഫീച്ചർ എന്ന് പറയുന്നത് പാലിൻഡ്രോം സീക്വൻസ് ആണ്. പാലിൻഡ്രോം സീക്വൻസ് തിരിച്ചറിയുന്ന എൻസൈമിന് പറയുന്ന പേരാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ദ എൻസൈം കട്ട് അറ്റ് എ സ്പെസിഫിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആൻഡ് ഗെറ്റ് സ്റ്റിക്കി എൻസ്. ഈ എൻസൈം പ്രത്യേക ന്യൂക്ലിയോടൈഡ് സീക്വൻസിൽ കട്ട് ചെയ്യുന്നു, അങ്ങനെ സ്റ്റിക്കി എൻസ് കിട്ടുന്നു. The same restriction enzyme is used to both source DNA and vector DNA. സോഴ്സ് ഡി എൻ എയും വെക്റ്റർ ഡി എൻ എയും കട്ട് ചെയ്യാൻ ഒരേ റെസ്ട്രിക്ഷൻ എൻസൈമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള സ്റ്റിക്കി എൻസ് കിട്ടും. ഇത് ആ ഫ്രാഗ്മെൻസിനെ പരസ്പരം ഒട്ടിക്കാൻ, ജോയിൻ ചെയ്യാൻ എളുപ്പമാക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡയഗ്രാം ഷോസ് എ ടിപ്പിക്കൽ അഗാറോസ് ജെൽ ഷോയിങ് മൈഗ്രേഷൻ ഓഫ് ഫ്രാഗ്മെന്റ്സ്. താഴെ തന്നിരിക്കുന്ന ഡയഗ്രാം ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള അഗാറോസ് ജെല്ലിനെയാണ് കാണിക്കുന്നത്. അതിൽ ഫ്രാഗ്മെന്റ്സ്, ഡി എൻ എ ഫ്രാഗ്മെന്റ്സ് മൈഗ്രേറ്റ് ചെയ്യുന്നത് കാണിക്കുന്നു, മൂവ് ചെയ്യുന്നത് കാണിക്കുന്നു. A question. Which of the bands has largest and smallest DNA fragments? ഏത് ബാൻഡുകൾക്കാണ് ഏറ്റവും വലുതും ഏറ്റവും ചെറുതുമായിട്ടുള്ള ഡി എൻ എ ഫ്രാഗ്മെന്റ്സ് ഉള്ളത്? അപ്പോൾ ഡി എൻ എ ഫ്രാഗ്മെന്റ്സ് ഇവിടെ നിന്നാണ് മൂവ് ചെയ്യുന്നത്, കാരണം ഇവിടെ വെൽസ് കാണുന്നുണ്ട്. ഇതിന് ഏറ്റവും കൂടുതൽ ദൂരേക്ക് മൂവ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും ഏറ്റവും ചെറിയ ഫ്രാഗ്മെന്റ്. കാരണം അഗാറോസ് ജെൽ ഇവിടെ ഒരു അരിപ്പ പോലെ, സീവ് പോലെ ആക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ സ്മോളർ ഫ്രാഗ്മെന്റ്സിനാണ് കൂടുതൽ ദൂരേക്ക് മൂവ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ കൂടുതൽ ദൂരെയുള്ളത് ഈ ഫ്രാഗ്മെന്റ് ആണ്. അപ്പോൾ ഈ ഫ്രാഗ്മെന്റ് ആണ് സ്മോളസ്റ്റ് ഫ്രാഗ്മെന്റ് എന്ന് പറയുന്നത്. അതേസമയം ലാർജസ്റ്റ് ഫ്രാഗ്മെന്റിന്, ഏറ്റവും വലിയ ഫ്രാഗ്മെന്റിന് കൂടുതൽ ദൂരേക്ക് മൂവ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഫ്രാഗ്മെന്റ് ആണ് ഏറ്റവും വലിയ ഫ്രാഗ്മെന്റ് എന്ന് പറയുന്നത്. ഹൗ ക്യാൻ യു മേക്ക് ഫ്രാഗ്മെന്റ്സ് ഓഫ് ഡി എൻ എ ഫോർ ഇലക്ട്രോഫോറസിസ്? ഇലക്ട്രോഫോറസിസിന് ഡി എൻ എ ഫ്രാഗ്മെന്റ്സിനെ എങ്ങനെ ഉണ്ടാക്കും? റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉപയോഗിച്ച് കട്ട് ചെയ്തുകൊണ്ട്. എക്സ്പ്ലെയിൻ സെപ്പറേഷൻ ഓഫ് ഡി എൻ എ ഫ്രാഗ്മെന്റ്സ് യൂസിങ് ഇലക്ട്രോഫോറസിസ്. ഇലക്ട്രോഫോറസിസ് ഉപയോഗിച്ചുകൊണ്ട് ഡി എൻ എ ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് വിശദീകരിക്കാം. എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? ഡി എൻ എ ഫ്രാഗ്മെന്റ്സ് നെഗറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് അവയെ സെപ്പറേറ്റ് ചെയ്യാം. ഡി എൻ എ ഫ്രാഗ്മെന്റ്സിനെ ഫോഴ്സ് ചെയ്തുകൊണ്ട് നമ്മളൊരു ആനോഡിലേക്ക് മൂവ് ചെയ്യുന്നു. പോസിറ്റീവ് ചാർജ് ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്യുന്നു. ഇത് അഗാറോസ് ജെല്ലിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. ഈ അഗാറോസ് ജെല്ല് ഒരു അരിപ്പ പോലെ ആക്ട് ചെയ്യുന്നു. അതുകൊണ്ട് സ്മോളർ ഫ്രാഗ്മെന്റ്സിന് വേഗത്തിൽ മൂവ് ചെയ്യാൻ കഴിയുന്നു. ഓക്കെ, ഇങ്ങനെ നമുക്ക് വേർതിരിക്കാവുന്നതാണ്. Then point out a method to visualize the separated DNA fragments after electrophoresis. ഇലക്ട്രോഫോറസിന് ശേഷം വേർതിരിഞ്ഞ ഡി എൻ എ ഫ്രാഗ്മെന്റ്സിനെ കാണാനുള്ള ഒരു മാർഗം. കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് എത്തീഡിയം ബ്രോമൈഡ് എന്ന് പറയുന്ന സ്റ്റെയിൻ കൊണ്ട് സ്റ്റെയിൻ ചെയ്യാം. അതിനുശേഷം യു വി റേഡിയേഷൻ കൊണ്ട് ട്രീറ്റ് ചെയ്താൽ മതി. യു വി റേഡിയേഷന് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവയെ നമുക്ക് ബ്രൈറ്റ് ഓറഞ്ച് റെഡ് ബാൻഡുകളായിട്ട് കാണാൻ കഴിയും. സോ എ ഈസ് ദ ലാർജസ്റ്റ് ഡി എൻ എ ഫ്രാഗ്മെന്റ്. എ ആണ് ഏറ്റവും വലിയ ഡി എൻ എ ഫ്രാഗ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഡി ഈസ് ദ സ്മോളസ്റ്റ് ഫ്രാഗ്മെന്റ്. ഡി ആണ് ഏറ്റവും ചെറിയ ഫ്രാഗ്മെന്റ് എന്ന് പറയുന്നത്. അവിടെ രണ്ടെണ്ണം ഡി എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ ഡി എൻ എ മോളിക്യൂൾസിനെ എങ്ങനെ ഫ്രാഗ്മെന്റ്സ് ആക്കാം, കഷ്ണങ്ങളാക്കാം? ബൈ കട്ടിംഗ് ഡി എൻ എ ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. ഡി എൻ എയെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് കൊണ്ട് കട്ട് ചെയ്തുകൊണ്ട് ഡി എൻ എ ഫ്രാഗ്മെന്റ്സിനെ എങ്ങനെ വേർതിരിക്കാം? ഡി എൻ എ ഫ്രാഗ്മെന്റ്സ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ് മോളിക്യൂൾസ്. ഡി എൻ എ ഫ്രാഗ്മെന്റ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് മോളിക്യൂളാണ്. സോ ദേ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫോഴ്സിംഗ് ദം ടു മൂവ് ടുവാർഡ്സ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആനോഡ് അണ്ടർ ആൻ ഇലക്ട്രിക് ഫീൽഡ്. അതുകൊണ്ട് അവയെ ഒരു ഇലക്ട്രിക് ഫീൽഡിലൂടെ പോസിറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡായിട്ടുള്ള ആനോഡിലേക്ക് മൂവ് ചെയ്യാൻ നിർബന്ധിക്കുന്നു. അങ്ങനെ വേർതിരിക്കുന്നു. ത്രൂ എ മീഡിയം ഓഫ് അഗാറോസ് ജെൽ, ഒരു അഗാറോസ് ജെൽ മീഡിയത്തിലൂടെ. ഡി എൻ എ ഫ്രാഗ്മെന്റ്സ് ആർ സെപ്പറേറ്റഡ് അക്കോർഡിംഗ് ടു ദെയർ സൈസ്. ഡി എൻ എ ഫ്രാഗ്മെന്റ്സിന് അവയുടെ വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കപ്പെടുന്നു. ത്രൂ ദ സീവിംഗ് എഫക്റ്റ് ബൈ അഗാറോസ് ജെൽ. അഗാറോസ് ജെല്ല് ഒരു അരിപ്പ പോലെ പ്രവർത്തിക്കുന്നത് മൂലം. ഡി എൻ എ ഫ്രാഗ്മെന്റ്സിനെ എങ്ങനെ കാണാം? വേർതിരിച്ച ഡി എൻ എ ഫ്രാഗ്മെന്റ്സിനെ എങ്ങനെ കാണാം? ബൈ സ്റ്റെയിനിങ് ഇറ്റ് വിത്ത് എത്തീഡിയം ബ്രോമൈഡ് ആൻഡ് വീവിങ് ഇറ്റ് അണ്ടർ യു വി ലൈറ്റ്. അതിനെ എത്തീഡിയം ബ്രോമൈഡ് കൊണ്ട് സ്റ്റെയിൻ ചെയ്യുന്നു. അങ്ങനെ യു വി ലൈറ്റിൽ വ്യൂ ചെയ്യുന്നു. ദ ഫ്രാഗ്മെന്റ്സ് ഓഫ് ഡി എൻ എ അപ്പിയേഴ്സ് ആസ് ഓറഞ്ച് കളേർഡ് ബാൻഡ്സ്. ഓറഞ്ച് നിറത്തിലുള്ള ബാൻഡുകളായിട്ട് ഡി എൻ എയുടെ ഫ്രാഗ്മെന്റ്സ് ദൃശ്യമാകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Gel electrophoresis is a technique to separate fragments of DNA from a mixture. ഒരു മിക്സ്ചറിൽ നിന്നും DNA ഫ്രാഗ്മെന്റ്സിനെ വേർതിരിക്കാനുള്ള ഒരു ടെക്നിക്കാണ് ജെൽ ഇലക്ട്രോഫോറസിസ്. സം ഓഫ് ദി ഇവന്റ്സ് ഓഫ് ഇലക്ട്രോഫോറസിസ് ആർ ഗിവൺ ബിലോ. ഇലക്ട്രോഫോറസിസിന്റെ ചില ഇവന്റുകൾ താഴെ തന്നിരിക്കുന്നു. അറേഞ്ച് ദ ഇവന്റ്സ് ഇൻ കറക്റ്റ് ഓർഡർ. ഈ ഇവന്റുകളെ ശരിയായ ക്രമത്തിൽ ക്രമീകരിക്കുക. ഫസ്റ്റ് വൺ, കട്ട് ഔട്ട് DNA bands, expose to UV, force DNA to move through gel, stain DNA with ethidium bromide. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ഫോഴ്സ് DNA to move through gel. ജെല്ലിലൂടെ മൂവ് ചെയ്യാൻ DNAയെ ഫോഴ്സ് ചെയ്യുന്നു. ദെൻ സ്റ്റെയിൻ വിത്ത് എത്തിഡിയം ബ്രോമൈഡ് കൊണ്ട് സ്റ്റെയിൻ ചെയ്യുന്നു. എക്സ്പോസ് ടു UV ലൈറ്റിനെ എക്സ്പോസ് ചെയ്യുന്നു. കട്ടൗട്ട് DNA ബാൻഡ്സിനെ കട്ടൗട്ട് ചെയ്യുന്നു. സോ ഫസ്റ്റ് വൺ, ഫോഴ്സ് DNA ടു മൂവ് ത്രൂ ദ ജെൽ. ജെല്ലിലൂടെ മൂവ് ചെയ്യാൻ DNAയെ ഫോഴ്സ് ചെയ്യുന്നു. സെക്കൻഡ് വൺ, സ്റ്റെയിൻ DNA വിത്ത് എത്തിഡിയം ബ്രോമൈഡ് കൊണ്ട് DNAയെ സ്റ്റെയിൻ ചെയ്യുന്നു. തേർഡ് വൺ, എക്സ്പോസ് ടു UV റേഡിയേഷനോടെ എക്സ്പോസ് ചെയ്യുന്നു. ഫോർത്ത് വൺ, കട്ടൗട്ട് DNA ബാൻഡ്സിനെ മുറിച്ചെടുക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the following photograph shows the result of a technique showing the separation of DNA വേർതിരിക്കുന്ന ടെക്നിക്ക് കാണിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫാണ് താഴെ തന്നിരിക്കുന്നത്. നെയിം ദ ടെക്നിക്ക് എന്ന് പറയുന്നത് അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. ഹൗ ദ സെപ്പറേറ്റഡ് DNA ഈസ് വിഷ്വലൈസ്ഡ്. സെപ്പറേറ്റ് ചെയ്ത DNA എങ്ങനെ വിഷ്വലൈസ് ചെയ്യാം? എത്തിഡിയം ബ്രോമൈഡ് കൊണ്ട് സ്റ്റെയിൻ ചെയ്യുന്നു. UV റേഡിയേഷന് എക്സ്പോസ് ചെയ്യുന്നു. സി ക്വസ്റ്റ്യൻ, DNA fragments of size 500 base pairs and 2000 base pairs are separated by this process. ഈ പ്രോസസ്സിലൂടെ 500 ബേസ് പെയറും അതുപോലെ തന്നെ 2000 ബേസ് പെയർസും ഉള്ള ഫ്രാഗ്മെന്റ്സിനെ വേർതിരിക്കുന്നു. വിച്ച് ഫ്രാഗ്മെന്റ് വിൽ മൈഗ്രേറ്റ് ഫാസ്റ്റ്? ഏത് ഫ്രാഗ്മെന്റ് വേഗത്തിൽ മൂവ് ചെയ്യും? 500 ബേസ് പെയർസ് ഉള്ള ഫ്രാഗ്മെന്റ് ആണ് വേഗത്തിൽ മൂവ് ചെയ്യുക. വൈ? എന്തുകൊണ്ടാണ്? അഗാറോസ് ജെല്ല് ഒരു അരിപ്പ പോലെ, സീവ് പോലെ ആക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ചെറിയ ഫ്രാഗ്മെന്റിനാണ് കൂടുതൽ വേഗത്തിൽ മൂവ് ചെയ്യാൻ കഴിയുക. അപ്പോൾ ഇവിടെ ചെറിയ ഫ്രാഗ്മെന്റ് എന്ന് പറയുന്നത് 500 ബേസ് പെയറിലുള്ള ഫ്രാഗ്മെന്റ് ആണ്. സോ ആൻസർ ടെക്നിക്ക് ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. ബി നമ്മൾ നേരത്തെ കണ്ടതാണ്. സി 500 ബേസ് പെയർ മൈഗ്രേറ്റ് ഫാസ്റ്റ്. 500 ബേസ് പെയർ ഉള്ള സീക്വൻസ് ആണ് വേഗത്തിൽ മൂവ് ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ദ സ്മാളർ ഫ്രാഗ്മെന്റ്. കാരണം അതാണ് ചെറിയ ഫ്രാഗ്മെന്റ്. DNA fragments are separated according to their size through the sieving effect by agarose gel. അഗാറോസ് ജെല്ല് ഒരു അരിപ്പ പോലെ പ്രവർത്തിക്കുന്നത് മൂലം DNA ഫ്രാഗ്മെന്റ്സ് അവയുടെ വലുപ്പത്തിന് അടിസ്ഥാനത്തിലാണ് വേർതിരിയപ്പെടുന്നത്. സോ ദ സ്മാളർ ഫ്രാഗ്മെന്റ് വിൽ മൂവ് ഫാസ്റ്റർ. അതുകൊണ്ട് ചെറിയ ഫ്രാഗ്മെന്റ് വേഗത്തിൽ മൂവ് ചെയ്യുന്നു. Next question, there are many features required to facilitate the successful cloning into a vector. ഒരു വെക്ടറിലേക്ക് സക്സസ്ഫുൾ ആയിട്ട് ക്ലോണിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ധാരാളം പ്രത്യേകതകളുണ്ട് അതിന്. റൈറ്റ് ഷോർട്ട്ലി എനി ടു സച്ച് ഫീച്ചേഴ്സ് റിക്വയർഡ് ബൈ എ വെക്ടർ. ഒരു വെക്ടറിന് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും അത്തരത്തിലുള്ള 2 ഫീച്ചേഴ്സ് എഴുതാം. അപ്പോൾ 3 ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒറേ അഥവാ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, സെലക്റ്റബിൾ മാർക്കേഴ്സ്, ക്ലോണിംഗ് സൈറ്റ്. അപ്പോൾ അതിലേതെങ്കിലും 2 എണ്ണം എഴുതാം. സോ ആൻസർ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. എന്താ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബേസ് സീക്വൻസ് ഫ്രം വേർ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട്സ്. റെപ്ലിക്കേഷൻ ആരംഭിക്കുന്ന ബേസ് സീക്വൻസിനെയാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ സെലക്റ്റബിൾ മാർക്കേഴ്സ് മറ്റൊരു ഫീച്ചറാണ്. എന്താ സെലക്റ്റബിൾ മാർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ജീൻസ് ദാറ്റ് ഹെൽപ്പ് ഇൻ ഐഡന്റിഫൈയിങ് ആൻഡ് എലിമിനേറ്റിംഗ് നോൺ ട്രാൻസ്ഫോമൻസ് ആൻഡ് സെലക്റ്റീവ്ലി പെർമിറ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് ട്രാൻസ്ഫോമൻസ്. നോൺ ട്രാൻസ്ഫോമൻസിനെ കണ്ടെത്തുകയും ഒഴിവാക്കുവാനും അതുപോലെ ട്രാൻസ്ഫോമൻസിനെ സെലക്റ്റീവായിട്ട് ഗ്രോ ചെയ്യാൻ അനുവദിക്കാനും സഹായിക്കുന്ന ജീനുകളെയാണ് സെലക്റ്റബിൾ മാർക്കേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആൻഡ് സെലക്റ്റബിൾ മാർക്കേഴ്സ് ആർ 2 ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് റിക്വയർഡ് ഫോർ എ ക്ലോണിംഗ് വെക്ടർ. ഒരു ക്ലോണിംഗ് വെക്ടറിന് ആവശ്യമായിട്ടുള്ള 2 ഫീച്ചേഴ്സ് ആണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനും സെലക്റ്റബിൾ മാർക്കേഴ്സും. എക്സ്പ്ലെയിൻ ദെയർ റോൾ ഇൻ ഫെസിലിറ്റേറ്റിംഗ് ക്ലോണിംഗ്. ക്ലോണിംഗ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിൽ അവയുടെ റോൾ എന്താണ്, ജോലി എന്താണ്? അപ്പോൾ ഇതിൽ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്തിനു സഹായിക്കുന്നു? DNA മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കാൻ സഹായിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് ലഭിക്കുന്നു. സെലക്റ്റബിൾ മാർക്കേഴ്സിൻ്റെ ഉപയോഗം നേരത്തെ പറഞ്ഞു. നോൺ ട്രാൻസ്ഫോമൻസിനെ കണ്ടെത്തി എലിമിനേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ട്രാൻസ്ഫോമൻസിൻ്റെ ഗ്രോത്തിനെ പെർമിറ്റ് ചെയ്യാനും അനുവദിക്കുന്നു. സോ ആൻസർ origin of replication, making many copies of desired gene.
ഡിസൈഡ് ആയിട്ടുള്ള ജീനിൻ്റെ ധാരാളം കോപ്പികൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. സെലക്ടബിൾ മാർക്കേഴ്സ് help in identifying and eliminating non-transformants and selectively permitting the growth of transformants. Next question. Rashid isolated a natural plasmid from a bacterium and planning to facilitate cloning. റഷീദ് ഒരു ബാക്ടീരിയത്തിൽ നിന്നും പ്ലാസ്മിഡിനെ ഐസൊലേറ്റ് ചെയ്തു, അങ്ങനെ ക്ലോണിംഗ് നടത്താൻ പ്ലാൻ ചെയ്യുന്നു. What are the minimum requirements for considering the isolate and plasmid as a vector? അദ്ദേഹം ഐസൊലേറ്റ് ചെയ്തതിന് ഒരു വെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിനിമം ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് 3 പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, സെലക്ടബിൾ മാർക്കേഴ്സ്, അതുപോലെ തന്നെ ക്ലോണിംഗ് സൈറ്റ് എന്നിവ. B. How he identifies whether a foreign DNA is inserted or not after cloning. ക്ലോണിങ്ങിന് ശേഷം ഒരു ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്തോ ഇല്ലയോ എന്ന് അദ്ദേഹം എങ്ങനെ കണ്ടെത്തും? അതിന് നമുക്ക് സെലക്ടബിൾ മാർക്കേഴ്സ് സഹായിക്കും. സോ ആൻസർ, ഒരു ക്ലോണിംഗ് വെക്ടറിന് വേണ്ട മിനിമം ക്വാളിറ്റീസ് ആണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, സെലക്ടബിൾ മാർക്കേഴ്സ്, ക്ലോണിംഗ് സൈറ്റ്സ് എന്നിവ. ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്യപ്പെട്ടോ എന്ന് എങ്ങനെ കണ്ടെത്തും? സെലക്ടബിൾ മാർക്കേഴ്സ് വിച്ച് ഹെൽപ്സ് ഇൻ ഐഡന്റിഫൈയിങ് ആൻഡ് എലിമിനേറ്റിംഗ് നോൺ ട്രാൻസ്ഫോർമൻസ് and selectively permitting the growth of transformants. Selectable markers നോൺ ട്രാൻസ്ഫോമൻസിനെ കണ്ടെത്താനും എലിമിനേറ്റ് ചെയ്യാൻ സഹായിക്കും. അതുവഴി ട്രാൻസ്ഫോമൻസിൻ്റെ ഗ്രോത്തിനെ പെർമിറ്റ് ചെയ്യും. ട്രാൻസ്ഫോമൻസ് ഹാവ് ഫോറിൻ DNA. ട്രാൻസ്ഫോമൻസിനാണ് എന്തുണ്ടാവുക? ഫോറിൻ DNA ഉണ്ടാവുക. വൈൽ നോൺ ട്രാൻസ്ഫോമൻസ് ഡു നോട്ട് ഹാവ്. അതേസമയം നോൺ ട്രാൻസ്ഫോമൻസിന് ഫോറിൻ DNA ഉണ്ടാവില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Observe the cloning vector and explain the following. തുടർന്ന് വരുന്ന ക്ലോണിംഗ് വെക്ടർ ഒബ്സർവ് ചെയ്യുക, തുടർന്ന് വരുന്നവ വിശദീകരിക്കുക. ക്ലോണിംഗ് വെക്ടർ PBR 322 ആണ് നൽകിയിട്ടുള്ളത്. ഒറൈ എന്താണെന്ന് വിശദീകരിക്കുക. ഒറൈ എന്ന് പറയുന്ന ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആണ്. റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ബേസ് സീക്വൻസ് ആണ്. ദെൻ BAM-H1 എന്ന് പറയുന്ന ഒരു ക്ലോണിംഗ് സൈറ്റ് ആണ്, അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എൻസൈം ആണ്. So answer, origin of replication, base sequence from where replication starts. Replication ആരംഭിക്കുന്ന ബേസ് സീക്വൻസിനെയാണ് ഒറൈ എന്ന് പറയുന്നത്. BAM-H1 എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ഇവിടെ ഇത് ക്ലോണിംഗ് സൈറ്റ് ആയിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് ജനറ്റിക് എഞ്ചിനീയറിംഗിൻ്റെ സമയത്ത് വെക്ടർ വിത്ത് ഫോറിൻ DNA is transferred into a host bacterium. ഫോറിൻ DNAയോട് കൂടിയ ഒരു വെക്ടറിനെ ഹോസ്റ്റ് ബാക്ടീരിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. ദ നെക്സ്റ്റ് ടാർഗറ്റ് വിൽ ബി ദ സെലക്ഷൻ ഓഫ് ട്രാൻസ്ഫോമൻസ് ഫ്രം നോൺ ട്രാൻസ്ഫോമൻസ്. അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നോൺ ട്രാൻസ്ഫോമൻസിൽ നിന്നും ട്രാൻസ്ഫോമൻസിനെ വേർതിരിക്കുക എന്നുള്ളതാണ്. ഹൗ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആൻഡ് ഇൻസേഷണൽ ഇനാക്ടിവേഷൻ ഈസ് എക്സ്പ്ലോയിറ്റഡ് ഫോർ ദിസ് പർപ്പസ്. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസും അതുപോലെ ഇൻസേഷണൽ ഇനാക്ടിവേഷനും എങ്ങനെയാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്, എക്സ്പ്ലോയിറ്റ് ചെയ്തിരിക്കുന്നത്? ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീനുകൾ സെലക്ടബിൾ മാർക്കേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതുവഴി നോൺ ട്രാൻസ്ഫോമൻസിനെ എലിമിനേറ്റ് ചെയ്യാനും ട്രാൻസ്ഫോമൻസിനെ പെർമിറ്റ് ചെയ്യാനും നമുക്ക് സഹായിക്കുന്നു. ഇൻസേഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറയുന്ന കളറിംഗ് റിയാക്ഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇവിടെ സാധാരണ ബാക്ടീരിയകൾ ബ്ലൂ കളേർഡ് കോളനി ആയിട്ട് അപ്പിയർ ചെയ്യും. അതിന് കാരണം അവയിൽ ബീറ്റോഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഈ ബീറ്റാ ഗാലക്ടോസിഡേസിനെ കോഡ് ചെയ്യുന്ന ജീനിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഫോറിൻ ജീനിനെ ഇൻസേർട്ട് ചെയ്യാം. അങ്ങനെ ആ ജീൻ ഇനാക്ടിവേറ്റഡ് ആയിട്ട് മാറും. അപ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യില്ല? ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബാക്ടീരിയകൾ, അതായത് ട്രാൻസ്ഫോമൻസ്, കളർ പ്രൊഡ്യൂസ് ചെയ്യില്ല സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാലും. അപ്പോൾ അവ കളർലെസ് ആയിട്ട് അപ്പിയർ ചെയ്യും. അതേസമയം സാധാരണ ബാക്ടീരിയൽ അല്ലെങ്കിൽ നോൺ ട്രാൻസ്ഫോമൻസ് ബ്ലൂ കളേർഡ് കോളനി ആയിട്ട് അപ്പിയർ ചെയ്യും. So answer, antibiotic resistant gene is used as a selectable marker. Antibiotic resistant gene ഒരു selectable marker ആയിട്ട് ഉപയോഗിക്കുന്നു to identify and eliminate non-transformants and selectively permitting the growth of transformants. Non-transformantsനെ കണ്ടെത്തി ഒഴിവാക്കാനും ട്രാൻസ്ഫോമൻസിനെ സെലക്റ്റീവ് ആയിട്ട് പെർമിറ്റ് ചെയ്യാനും സഹായിക്കുന്നു. Insertional inactivation. Normal bacteria or non-transformants appears in blue colored colonies in the presence of a chromogenic substrate. ഒരു ക്രോമോജനിക് സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ കളറിംഗ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു സ്റ്റെയിനിൻ്റെ സാന്നിധ്യത്തിൽ സാധാരണ ബാക്ടീരിയകൾ അല്ലെങ്കിൽ നോൺ ട്രാൻസ്ഫോമൻസ് ബ്ലൂ കളറിൽ കാണും.
ഡ്യൂ ടു ദ പ്രൊഡക്ഷൻ ഓഫ് an enzyme beta-galactosidase. ബീറ്റാ-ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് മൂലം. The foreign DNA is inserted into a gene coding for the enzyme beta-galactosidase. ബീറ്റാ-ഗാലക്ടോസിഡേസിനെ കോഡ് ചെയ്യുന്ന ജീനിലേക്ക് ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്യുന്നു. This results in the inactivation of the gene. ഇത് ആ ജീന് ഇനാക്ടിവേറ്റഡ് ആകാൻ കാരണമാകുന്നു. And is called insertional inactivation. ഇതിനെ insertional inactivation എന്ന് പറയുന്നു. As a result, അതിൻ്റെ ഫലമായി beta-galactosidase is not produced. beta-galactosidase ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. So recombinants will appear as colorless. അതുകൊണ്ട് recombinants colorless ആയിട്ട് appear ചെയ്യും. Next question. Restriction endonucleases are the enzymes used to cut DNA molecules. DNA moleculesനെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമുകളാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ്. A. Give the general term of the specific sequences where these enzymes cut DNA. ഈ എൻസൈമുകൾ DNA കട്ട് ചെയ്യുന്ന പ്രത്യേക സീക്വൻസിന് പറയുന്ന പേരെന്താണെന്ന്. പാലിൻഡ്രോം സീക്വൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ റെക്കഗ്നിഷൻ സീക്വൻസ് എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്. Name the enzyme that joins the foreign DNA and vector. ഫോറിൻ DNAയും വെക്ടറിനെയും തമ്മിൽ യോജിപ്പിക്കുന്ന എൻസൈമിന്റെ പേരെന്താണ്? DNA ligase. Give any two procedures to introduce the recombinant DNA into host cell. Recombinant DNA ഹോസ്റ്റ് സെല്ലിലേക്ക് കടത്തിവിടാൻ സഹായിക്കുന്ന ഏതെങ്കിലും രണ്ട് പ്രക്രിയകൾ എഴുതുക. ധാരാളം പ്രക്രിയകളുണ്ട്. മൈക്രോ ഇഞ്ചക്ഷൻ, ജീൻ ഗൺ, അതുപോലെ ഡിസാമഡ് പാത്തോജൻ ഉപയോഗിക്കാം. ഇതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതുക. So answer A. Palindrome sequence or recognition sequence. B. DNA ligase. C. Micro injection, gene gun. Next question. In a classroom seminar on cloning vectors. Cloning vectors ne kurichulla oru classroom seminaril your friend asked to explain the steps to introduce the plasmid DNA to a bacterial cell, micro injection and biolistics. നിങ്ങളുടെ സുഹൃത്ത് പ്ലാസ്മിഡ് DNA ബാക്ടീരിയൽ സെല്ലിലേക്ക് കടത്തിവിടാനുള്ള മാർഗം വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ മൈക്രോ ഇഞ്ചക്ഷൻ, ബയോളിസ്റ്റിക്സ് ഇവയൊക്കെ വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു. ആൻസർ ഹിസ് ക്വസ്റ്റ്യൻസ്. അവൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ. അപ്പോൾ ബാക്ടീരിയകളിലേക്ക് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം? ബാക്ടീരിയ സെല്ലുകളെ ഡൈവാലൻ്റ് കാറ്റയോൺ കൊണ്ട് ട്രീറ്റ് ചെയ്യുന്നു. പിന്നീട് റീകോമിനൻ്റ് DNA അത്തരത്തിലുള്ള സെല്ലുകളിലേക്ക് ഫോഴ്സ് ചെയ്യുന്നു മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനു വേണ്ടിയിട്ട് ആദ്യം ഐസിൽ കുറച്ചു നേരം വയ്ക്കുന്നു. പിന്നീട് ഒരു ഹീറ്റ് ഷോക്ക് കൊടുക്കുന്നു, അതായത് 42 ഡിഗ്രി വരെ ചൂടാക്കുന്നു. വീണ്ടും അവയെ ഐസിൽ വയ്ക്കുന്നു. ഇത്രയും കഴിയുമ്പോഴേക്കും ബാക്ടീരിയൽ സെല്ലുകൾ ഫോറിൻ DNA അകത്തേക്ക് എടുത്തിട്ടുണ്ടായിരിക്കും. മൈക്രോ ഇഞ്ചക്ഷൻ അനിമൽ സെല്ലുകളിൽ ചെയ്യുന്ന രീതിയാണ്. റീകോമിനൻ്റ് DNA നേരിട്ട് അനിമൽ സെല്ലിൻ്റെ ന്യൂക്ലിയസിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നതിനെയാണ് മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ബയോളിസ്റ്റിക്സ് അല്ലെങ്കിൽ ജീൻ ഗണ്ണ് പ്ലാന്റ് സെല്ലിലാണ് സാധാരണ ചെയ്യാറുള്ളത്. പ്ലാന്റ് സെല്ലുകളെ റീകോമിനൻ്റ് DNA കൊണ്ട് കോട്ട് ചെയ്ത ഗോൾഡ് അല്ലെങ്കിൽ ടങ്സ്റ്റണിന്റെ മൈക്രോ പാർട്ടിക്കിൾസിനെ വളരെ ഹൈ സ്പീഡിൽ കടത്തിവിടുന്നതിനെയാണ് ബയോളിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ എന്ന് പറയുന്നത്. സോ ആൻസർ, ബാക്ടീരിയൽ സെൽസ് ആർ ട്രീറ്റഡ് വിത്ത് ഡൈവാലന്റ് കാറ്റയോൺ. ബാക്ടീരിയൽ സെല്ലുകളെ ഡൈവാലന്റ് കാറ്റയോൺ കൊണ്ട് ട്രീറ്റ് ചെയ്യുന്നു. ദെൻ റീകോമിനൻ്റ് DNA can be forced into such cells by incubating the cells with recombinant DNA on ice, followed by placing them briefly at 42 degrees Celsius and then putting them back on ice. പിന്നീട് റീകോമിനൻ്റ് DNA അത്തരത്തിലുള്ള സെല്ലുകളിലേക്ക് കടത്തിവിടുന്നു. എങ്ങനെ കടത്തിവിടുന്നു? ആദ്യം ഐസിൽ കുറേ നേരം വെക്കുന്നു, ഇൻക്യുബേറ്റ് ചെയ്യുന്നു. പിന്നീട് അവയെ 42 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കുന്നു. വീണ്ടും ഐസിൽ വയ്ക്കുന്നു. മൈക്രോ ഇഞ്ചക്ഷൻ. Injection of recombinant DNA directly into the nucleus of an animal cell. ഒരു അനിമൽ സെല്ലിൻ്റെ ന്യൂക്ലിയസിലേക്ക് റീകോമിനൻ്റ് DNA നേരിട്ട് കുത്തിവെക്കുന്നു. ബയോളിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ. Bombarding of plant cells with high velocity microparticles of gold or tungsten coated with recombinant DNA. റീകോമിനൻ്റ് DNA കൊണ്ട് കോട്ട് ചെയ്ത ഗോൾഡിൻ്റെ അല്ലെങ്കിൽ ടങ്സ്റ്റണിൻ്റെ മൈക്രോ പാർട്ടിക്കിൾസിനെ ഉയർന്ന വേഗതയിൽ പ്ലാന്റ് സെല്ലിലേക്ക് കടത്തിവിടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A group of students came to know about recombinant DNA technology. ഒരു കൂട്ടം വിദ്യാർത്ഥികൾ റീകോമിനൻ്റ് DNA ടെക്നോളജിയെ കുറിച്ച് അറിയാനിടയായി. They want to know how scientists can produce a new desired product using recombinant DNA technology. റീകോമിനൻ്റ് DNA ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്
ഒരു പുതിയ പ്രൊഡക്റ്റിനെ എങ്ങനെ സയൻറ്റിസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് അറിയാൻ അവർക്ക് ആഗ്രഹമുണ്ട്. Can you give them an idea about the important steps that are involved in this process? ഈ പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളെക്കുറിച്ച് ഒരു ഐഡിയ അവർക്ക് നൽകാമോ? അപ്പോൾ റീകോംബിനന്റ് DNA ടെക്നോളജിയുടെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ ലിസ്റ്റ് ചെയ്യുക. നമ്പർ 1, ഐസൊലേഷൻ ഓഫ് ദി ജനറ്റിക് മെറ്റീരിയൽ ഓർ DNA അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയലിനെ വേർതിരിക്കുന്നു. ഫ്രാഗ്മെന്റേഷൻ ഓഫ് DNAയെ കട്ട് ചെയ്യുന്നു, മുറിക്കുന്നു, അങ്ങനെ കഷ്ണങ്ങളാക്കി മാറ്റുന്നു. ഐസൊലേഷൻ ഓഫ് ഡിസൈർഡ് DNA, നമ്മൾ ആഗ്രഹിക്കുന്ന DNAയെ വേർതിരിക്കുന്നു, നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള DNAയെ വേർതിരിക്കുന്നു. ലിഗേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ് ഇൻ ടു ദ വെക്റ്റർ, DNA ഫ്രാഗ്മെന്റിനെ വെക്റ്ററിൽ ഒട്ടിക്കുന്നു. ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് യൂസിങ് PCR ഉപയോഗിച്ചുകൊണ്ട് ജീൻ ഓഫ് ഇൻട്രസ്റ്റിന്റെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കുന്നു. ഇൻസേഷൻ ഓഫ് റീകോംബിനന്റ് DNA ഇൻ ടു ഹോസ്റ്റ് സെൽസ്, റീകോംബിനന്റ് DNAയെ ഹോസ്റ്റ് സെല്ലുകളിലേക്ക് കടത്തിവിടുന്നു. ഒബ്റ്റെയിനിങ് ഫോറിൻ ജീൻ പ്രൊഡക്റ്റ് ലഭ്യമാക്കുന്നു. ദെൻ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്, നമ്മുടെ പ്രോഡക്റ്റിനെ പ്യൂരിഫൈ ചെയ്യുന്നു, ശുദ്ധീകരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പിക്ചർ ഗിവൺ ബിലോ ഷോസ് ദ ടെക്നിക് യൂസ്ഡ് ഫോർ ജനറേറ്റിംഗ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. ജീൻ ഓഫ് ഇൻട്രസ്റ്റിന്റെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് താഴെ തന്നിരിക്കുന്ന ചിത്രം കാണിക്കുന്നത്. അപ്പോൾ ഇത് PCR-ന്റെ ഡയഗ്രമാണ്, പോളിമറൈസ് ചെയിൻ റിയാക്ഷന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ്. സ്റ്റെപ്പ് 1 കാണിച്ചിരിക്കുന്നു, ഡീനാച്ചുറേഷൻ, ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNAയെ സിംഗിൾ സ്റ്റാൻഡേർഡ് ആക്കി മാറ്റുന്നു ഹീറ്റ് ചെയ്തുകൊണ്ട്. ദെൻ സ്റ്റെപ്പ് 2 കാണിച്ചിരിക്കുന്നു, പ്രൈമർ അതുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു, ഇതിനെ അനീലിംഗ് എന്ന് പറയുന്നു. തേർഡ് സ്റ്റെപ്പ് എക്സ്റ്റൻഷൻ ആണ്, അങ്ങനെ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഉണ്ടാവുന്നു. വാട്ട് ഈസ് എ ടെക്നിക് കോൾഡ്? ഈ ടെക്നിക്കിന് പറയുന്ന പേരെന്താണെന്ന്? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, PCR. നെയിം ദ റിയാക്ഷൻസ് അറ്റ് സ്റ്റെപ്പ് 1, 2 and 3. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഡീനാച്ചുറേഷൻ, സ്റ്റെപ്പ് 2 അനീലിംഗ്, സ്റ്റെപ്പ് 3 എക്സ്റ്റൻഷൻ. എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ അണ്ടർലൈങ് ദിസ് ടെക്നിക് ഓഫ് DNA ആംപ്ലിഫിക്കേഷൻ. ഈ DNA ആംപ്ലിഫിക്കേഷന് പിന്നിലുള്ള ടെക്നിക് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ടെക്നിക് എന്ന് പറയുന്നത് DNAയുടെ മൾട്ടിപ്പിൾ കോപ്പീസ് നമുക്ക് ഉണ്ടാക്കാം. എങ്ങനെ? 2 സെറ്റ് പ്രൈമേഴ്സ്, അതുപോലെ തന്നെ ന്യൂക്ലിയോടൈഡുകൾ, DNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം, ഇവ ഉപയോഗിച്ചുകൊണ്ട്. സോ ആൻസർ എ, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ബി, സ്റ്റെപ്പ് 1 ഡീനാച്ചുറേഷൻ, സ്റ്റെപ്പ് 2 അനീലിംഗ്, സ്റ്റെപ്പ് 3 എക്സ്റ്റൻഷൻ. സി, മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആർ സിന്തസൈസ്ഡ് ഇൻ വിട്രോ. ജീൻ ഓഫ് ഇൻട്രസ്റ്റിന്റെ മൾട്ടിപ്പിൾ കോപ്പീസ് നിർമ്മിക്കുന്നു കൃത്രിമമായിട്ട് by using 2 sets of primers, nucleotides and the enzyme DNA polymerase. DNA polymerase എന്ന് പറയുന്ന എൻസൈമുകൾ, അതുപോലെ ന്യൂക്ലിയോടൈഡുകൾ, 2 സെറ്റ് പ്രൈമേഴ്സ്, ഇവ ഉപയോഗിച്ചുകൊണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡീനാച്ചുറേഷൻ, അനീലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ ആർ ദ 3 steps ഓഫ് എ പ്രോസസ് യൂസ്ഡ് ഫോർ ജീൻ ആംപ്ലിഫിക്കേഷൻ. ജീൻ ആംപ്ലിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രക്രിയയുടെ 3 സ്റ്റെപ്പുകളാണ് ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ. നെയിം ദ പ്രോസസ്. ആ പ്രോസസ്സിൻ്റെ പേര് എഴുതുക. പ്രോസസ്സിൻ്റെ പേര് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ്, PCR. നെയിം ദ ഓർഗാനിസം ഫ്രം വിച്ച് DNA പോളിമറൈസ് ഫോർ ദിസ് പ്രോസസ് ഈസ് എക്സ്ട്രാക്റ്റഡ്. ഈ പ്രക്രിയയ്ക്ക് വേണ്ടി DNA പോളിമറൈസ് വേർതിരിച്ചെടുത്ത ജീവിയുടെ പേരെഴുതുക. ഡീനാച്ചുറേഷൻ ചെയ്യുന്നത് ചൂടാക്കി കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് സാധാരണ എൻസൈമുകളൊക്കെ ചൂടാക്കി കഴിഞ്ഞാൽ നശിച്ചു പോകും. അതുകൊണ്ട് തെർമോസ്റ്റേബിൾ ആയിട്ടുള്ള DNA പോളിമറൈസ് എൻസൈം ആവശ്യമുണ്ട്. ഇത് ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നത് തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയകളിൽ നിന്നാണ്. സോ ആൻസർ എ, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ബി, തെർമസ് അക്വാട്ടിക്കസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാനിപ്പുലേറ്റിംഗ് വിത്ത് ന്യൂക്ലിയിക് ആസിഡ് ഈസ് എ ട്രെൻഡ് ഇൻ ബയോടെക്നോളജി. ബയോടെക്നോളജിയുടെ ഒരു ട്രെൻഡാണ് ന്യൂക്ലിയിക് ആസിഡുകളെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യൻ. നെയിം എനി വൺ ഓർഗാനിസം യൂസ്ഡ് ആസ് എ വെക്ടർ. വെക്ടറായിട്ട് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ജീവിയുടെ പേര്. ബാക്ടീരിയോഫേജുകളെ വെക്ടറായിട്ട് ഉപയോഗിക്കാറുണ്ട്. വാട്ട് ആർ DNA പോളിമറൈസ്? DNA പോളിമറൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? DNA ആംപ്ലിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് പോളിമറൈസ് എൻസൈം എന്ന് പറയുന്നത്. അവ യഥാർത്ഥത്തിൽ സഹായിക്കുന്നത് ന്യൂക്ലിയോടൈഡുകളെ ജോയിൻ ചെയ്യാനാണ് സഹായിക്കുന്നത്. ആൻസർ എ, ബാക്ടീരിയോഫേജസ്. ബി, DNA polymerase എന്ന് പറയുന്നത് enzymes which helps to add nucleotide one by one on template strand. ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ ന്യൂക്ലിയോടൈഡുകളെ ഓരോന്നായിട്ട് ആഡ് ചെയ്യാൻ അവ സഹായിക്കുന്നു. അല്ലെങ്കിൽ പോളിമറൈസേഷൻ ഓഫ് ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ്.
ഡിയോക്സി റൈബോന്യൂക്ലിയോടൈഡുകളുടെ പോളിമറൈസേഷനാണ് അവയുടെ ജോലിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ സ്കെച്ച് ഓഫ് സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ. സ്റ്റിർഡ് ടാങ്ക് റിയാക്ടറിൻ്റെ ചിത്രം നിരീക്ഷിക്കുക. ലാബൽ ദ പാർട്സ് എ ബി സി ആൻഡ് ഡി. എ ബി സി ഡി എന്ന് പറയുന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. അപ്പോൾ എ എന്ന് പറയുന്നതിൻ്റെ മോട്ടോറാണ്, ബി എന്ന് പറയുന്നത് ഫോം ബ്രേക്കറാണ്, എന്ന് പറഞ്ഞാൽ പത നിയന്ത്രിക്കാനുള്ള സംവിധാനമാണ്. സി എന്ന് പറയുന്നത് ഫ്ലാറ്റ് ബ്ലേഡഡ് ഇമ്പല്ലറാണ്, കറങ്ങുന്നതാണത്. ഡി എന്ന് പറയുന്നത് ആസിഡ് ഓർ ബേസ്, പീച്ച് കൺട്രോളിന് വേണ്ടിയിട്ടുള്ളതാണത്. സോ എ മോട്ടോർ, ബി ഫോം ബ്രേക്കർ, സി ഫ്ലാറ്റ് ബ്ലേഡഡ് ഇമ്പല്ലർ, ഡി ആസിഡ് ഓർ ബേസ് ഫോർ pH control. Next question, a multinational company successfully cloned a gene of interest. ഒരു ബഹിരാഷ്ട്ര കമ്പനി ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് വിജയകരമായിട്ട് ക്ലോൺ ചെയ്തു. ആൻഡ് ഓൾസോ ഒപ്റ്റിമൈസ്ഡ് ദ കണ്ടീഷൻസ് ടു ഇൻഡ്യൂസ് ദ എക്സ്പ്രഷൻ ഓഫ് ടാർഗറ്റ് പ്രോട്ടീൻ. ടാർഗറ്റ് പ്രോട്ടീൻ്റെ എക്സ്പ്രഷൻ ഇൻഡ്യൂസ് ചെയ്യാനുള്ള കണ്ടീഷൻസും ഒപ്റ്റിമൈസ് ചെയ്തു. നെയിം ദ അപ്പാരറ്റസ് ഫോർ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് സച്ച് പ്രോട്ടീൻസ്. അത്തരത്തിലുള്ള പ്രോട്ടീൻസിൻ്റെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള അപ്പാരറ്റസിൻ്റെ പേരെഴുതാം. ബയോറിയാക്ടറാണ് അത്തരത്തിലുള്ള അപ്പാരറ്റസുകൾ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ അപ്പാരറ്റസ്. ആ അപ്പാരറ്റസിനെ കുറിച്ച് ചുരുക്കി വിശദീകരിക്കുക. ബയോറിയാക്ടേഴ്സ് എന്ന് പറയുന്നത് വലിയ വെസൽസ് ആണ്. അതിൽ റോ മെറ്റീരിയൽസിനെ ബയോളജിക്കലായി കൊണ്ട് കൺവേർട്ട് ചെയ്യാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട്. ഓപ്റ്റിമം pH കൺട്രോൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒപ്റ്റിമം ന്യൂട്രിയൻസ് അതിൽ ലഭ്യമായിരിക്കും. ഓക്സിജൻ ഡെലിവറി സിസ്റ്റം ഉണ്ടായിരിക്കും. സോ ആൻസർ ബയോറിയാക്ടർ. Bioreactors are vessels in which raw materials are biologically converted into specific products, individual enzymes, etc. using microbial, plant, animal or human cells. മൈക്രോബ്സിൻ്റെയോ പ്ലാന്റ്സിൻ്റെയോ അനിമൽസിൻ്റെയോ മനുഷ്യൻ്റെയോ സെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് റോ മെറ്റീരിയൽസിനെ പ്രത്യേക പ്രോഡക്റ്റുകളോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എൻസൈംസോ ആയിട്ട് ബയോളജിക്കലി കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന വലിയ വെസലുകളെയാണ് ബയോറിയാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ഒപ്റ്റിമൽ കണ്ടീഷൻസ് ഫോർ ഒബ്റ്റെയിനിങ് ദ ഡിസൈർഡ് പ്രൊഡക്റ്റ്. നമ്മൾ ആഗ്രഹിക്കുന്ന പ്രൊഡക്റ്റ് ലഭിക്കുന്നതിനാവശ്യമായുള്ള ഒപ്റ്റിമം കണ്ടീഷൻസ് അത് പ്രൊവൈഡ് ചെയ്യുന്നു. By providing optimum growth conditions such as temperature, pH, substrate, salts, vitamin, oxygen. ഓക്സിജന്, വിറ്റാമിൻ, സാൾട്ട്, സബ്സ്ട്രേറ്റ്, pH, ടെമ്പറേച്ചർ ഇതെല്ലാം ഒപ്റ്റിമം അളവിൽ ലഭ്യമാവും. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ. അപ്പോൾ ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.